ടീ റിസർച്ച് അസോസിയേഷൻ അഥവാ TRA വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ഫോർമോസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ടീ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ടീ റിസർച്ച് അസോസിയേഷൻ. ഈ ടീ റിസർച്ച് അസോസിയേഷൻ്റെ അണ്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ആൻഡ് ഗുഡ് ടീ റിസർച്ച് ഓറിയൻറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടോക്ലൈ ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ടോക്ലൈ ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അവർ നിലവിൽ ഡിഫറെൻറ്റ് ഡിസിപ്ലിനിലോട്ട് 4 ഡിഫറെൻറ്റ് ഡിസിപ്ലിനിലോട്ടായിട്ട് 6 പോസ്റ്റുകളിലോട്ട് സയൻറ്റിസ്റ്റ് B പോസ്റ്റിലോട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. സോ ഈ പെർട്ടിക്കുലർ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ യു വാച്ചിങ് സൈഹ ഇൻഫോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അവരുടെ ഒഫീഷ്യൽ വെബ് ഹാൻഡിലാണ് നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. toclai.org എന്ന് പറയുന്ന ഈ ഒരു വെബ് ഹാൻഡിലിൽ വേക്കൻസി സെക്ഷനിലാണ് നമുക്ക് ആവശ്യമുള്ള ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിടക്കുന്നത്. സോ ഇതാണ് അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. ഒരു 11 പേജ് നോട്ടിഫിക്കേഷനാണ്. സോ ടോക്ലൈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അതുപോലെ തന്നെ ടീ റിസർച്ച് അസോസിയേഷനെ കുറിച്ചൊരു ബ്രീഫിംഗ് അവരോട് കൊടുത്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടോക്ലൈ ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് അസാമിലെ ജോർഹാട്ട് എന്ന് പറയുന്ന സിനമാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ റിക്രൂട്ട്മെൻറ്റ് അങ്ങോട്ടായിരിക്കും എന്നുള്ളതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ദെൻ അവർ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൻ്റെ ഒരു ഓവറാൾ ലുക്ക് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. സോ സയൻറ്റിസ്റ്റ് B എന്ന് പറയുന്ന പൊസിഷനാണ്. എല്ലാ പോസ്റ്റുകളിലും പേ ലെവൽ 10 ആണ്, അപ്ലിക്കബിൾ ആണ് എല്ലാ പോസ്റ്റിനും. സോ 6 പോസ്റ്റുകളാണ് ടോട്ടൽ വേക്കൻസി. 4 ഡിഫറെൻറ്റ് ഡിസിപ്ലിനിലാണ്. എൻഡമോളജി, മൈക്കോളജി ആൻഡ് മൈക്രോബയോളജി, സോയിൽസ്, ദെൻ ടീ പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിങ് അഡ്വൈസറി. അതിൽ എൻഡമോളജിയിലും അതുപോലെ തന്നെ ടീ പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിങ് അഡ്വൈസറിയിലും 2 വേക്കൻസീസ് വീതം അവൈലബിൾ ആണ്. സോ ഓരോ പോസ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് താഴെ കൊടുക്കുന്നുണ്ട്. സോ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ടോട്ടൽ 4 ഡിസിപ്ലിൻ 6 വേക്കൻസി. എല്ലാ ഡിസിപ്ലിനിലുള്ള ഈ 6 വേക്കൻസിയിലോട്ടും നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ് B തന്നെയാണ്. പേ ലെവൽ എന്ന് പറയുന്നത് പേ ലെവൽ 10 ആണ്. അഥവാ 56,100 മുതൽ 1,77,500 രൂപ വരെ പേയ്മെൻറ്റ് വരുന്ന പോസ്റ്റാണ് അല്ലെങ്കിൽ ലെവലാണ് പേ ലെവൽ 10. സ്റ്റാർട്ടിംഗ് ബേസിക് എന്ന് പറയുന്നത് 56,100 രൂപയാണ് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മന്ത്ലി അലവൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിയുള്ള എല്ലാ അലവൻസുകളും ഇൻസ്റ്റിറ്റ്യൂട്ട് റൂൾ പ്രകാരം നിങ്ങൾക്ക് ഉണ്ടാവും. ദെൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിലോട്ട് വരുന്നതിന് മുന്നേ എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ. ഡോക്ടറൽ ഡിഗ്രി ഇൻ റിലവൻറ്റ് ഏരിയ ഓർ സബ്ജക്റ്റ്, നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലോ ഏരിയയിലുള്ള PhD, അതുപോലെ തന്നെ 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഡിസിപ്ലിൻ. അതുപോലെ തന്നെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35. ഈ കാര്യങ്ങൾ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ ഏജ് ലിമിറ്റും എല്ലാത്തിനും കോമൺ ആണ്, എല്ലാ പോസ്റ്റിനും കോമൺ ആണ്. അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് R&D പ്രോജക്ട്സ് ഇൻഡിപെൻഡൻറ്റ് പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് പ്രോജക്ട്സിലും റിപ്പോർട്ട്സിലൊക്കെ കൊളാബറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻ്റർ ഡിസിപ്ലിനറി പ്രോജക്ട്സിലൊക്കെ കൊളീഗ്സുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. അതൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാ പോസ്റ്റിനും കോമൺ ആണ്. സോ അത് നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അതെടുത്ത് പറഞ്ഞത്. ഇനി ഓരോ പോസ്റ്റ് ഏരിയയിലുള്ള പോസ്റ്റിലോട്ടുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. സോ ഫസ്റ്റ് എൻഡമോളജി ഏരിയയിലുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സുവോളജി ഓർ ലൈഫ് സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എൻഡമോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എൻഡമോളജി. ഓക്കെ. ദെൻ ഐദർ നിങ്ങൾ ഫസ്റ്റ് കറസ്പോണ്ടിങ് ഓതറായിട്ടുള്ള ഒരു പബ്ലിക്കേഷനോ അല്ലെങ്കിൽ എൻഡമോളജി റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് ജേണലിൽ 3 പബ്ലിക്കേഷൻസോ നിങ്ങളുടെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിളാണ്. ദെൻ സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് മൈക്കോളജി ആൻഡ് മൈക്രോബയോളജി എന്ന് പറയുന്ന ഏരിയ. സോ ബാക്കിയെല്ലാ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെയും അപ്ലിക്കബിൾ ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാത്രമാണ് മാറുന്നത്. ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ലൈഫ് സയൻസ് ഓർ ബോട്ടണി, മൈക്രോബയോളജി, അഗ്രികൾച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പാത്തോളജി ഓർ മൈക്കോളജി, ഏതെങ്കിലും റെക്കഗ്നൈസ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും ഏരിയയിലുള്ള ഇതിലേതെങ്കിലും ഏരിയയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കറസ്പോണ്ടിങ് ഓതറായിട്ടുള്ള ഫസ്റ്റ് കറസ്പോണ്ടിങ് ഓതറായിട്ടുള്ള ഒരു പബ്ലിക്കേഷനോ അല്ലെങ്കിൽ മൈക്രോബയോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സയൻസ് ജേണലിൽ ഏതെങ്കിലും 3 പബ്ലിക്കേഷൻസോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് അപ്ലൈ ആവുന്നതാണ്. ദെൻ തേർഡ് ഏരിയ എന്ന് പറയുന്നത് സോയിൽ സയൻസ്. സോ ഇതിൽ ആസ് സെയിം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോയിൽ സയൻസ് ഓർ അഗ്രികൾച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സോയിൽ സയൻസ്. ദെൻ
നിങ്ങൾ ഫസ്റ്റ് കറസ്പോണ്ടിങ് ഓതറായിട്ടുള്ള ഒരു പേപ്പറോ അല്ലെങ്കിൽ 3 പബ്ലിക്കേഷൻസ് റിലേറ്റഡ് ടു സോയിൽ സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ദെൻ ഫോർത്ത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് അഥവാ ടീ പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ അതിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ME ഓർ MTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് അപ്ലൈ ആവുന്നതാണ്. സോ ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പബ്ലിക്കേഷൻസിൻ്റെ ആവശ്യം ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് ആവശ്യം വരുന്നില്ല. സോ ഇത് ഏതെങ്കിലും പോസ്റ്റുകളിൽ MTech അത് മീൻസ് ഈ ഏതെങ്കിലും ഡിസിപ്ലിനിൽ MTech ചെയ്ത ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ആവുന്നതാണ്. പേ ലെവൽ സ്റ്റാർട്ടിംഗ് ബേസ് എന്ന് പറയുന്നത് 56,100 രൂപയാണെന്നുള്ളത് ഓർക്കുക. സോ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ ഫുഡ് സയൻസ് അഥവാ ടീ പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഏരിയ ആണ്. അഥവാ ആ പെർട്ടിക്കുലർ പോസ്റ്റിന് 2 വേക്കൻസി ഉണ്ട്. സോ ഫസ്റ്റ് വേക്കൻസിൻ്റെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫുഡ് കെമിസ്ട്രി, ഫുഡ് സയൻസ്, ഫുഡ് ടെക്നോളജി, അഗ്രികൾച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫുഡ് കെമിസ്ട്രി ദെൻ അല്ലെങ്കിൽ ഫുഡ് സയൻസ് ഓർ ഫുഡ് ടെക്നോളജി. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക്കേഷൻ്റെ സെയിം ക്രൈറ്റീരിയ ഇവിടെയും അപ്ലിക്കബിൾ ആണ്. സോ ഇത്രയാണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, പേ സ്കെയിൽ, സാലറി എന്നൊക്കെ പറയുന്നത്. ദെൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആസ് യൂഷ്വൽ എല്ലാ നോട്ടിഫിക്കേഷനിലും തരുന്ന പോലെ തന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോർ ദ കാൻഡിഡേറ്റ് ഉണ്ട് അപ്ലിക്കേഷൻ ചെയ്യുന്നതും. അതുപോലെ തന്നെ നോർമൽ റൂൾസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് അപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എക്സെട്ര. സോ അത് നമ്മളത്ര മീൻസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. നമ്മൾ PDFൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ യു ക്യാൻ ആക്സസ് ഫ്രം ദർ. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് പോകുന്നില്ല. ദെൻ നമുക്ക് അപ്ലിക്കേഷൻ്റെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ് ഹാൻഡിലായിട്ടുള്ള www.toclai.org ആപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ അറ്റാച്ച്ഡ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് ജൂൺ 30 മുന്നേ ആയിട്ട് ഈ പറയുന്ന ഈ പെർട്ടിക്കുലർ അഡ്രസ്സ് ദ ഡയറക്ടർ ടീ റിസർച്ച് അസോസിയേഷൻ ടോക്ലൈ ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോർഹാറ്റ് ആസാം 785-008 ഈ പെർട്ടിക്കുലർ അഡ്രസ്സിൽ നമ്മൾ ഹാർഡ് കോപ്പി സെൻഡ് ചെയ്യണം. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ദെൻ നമ്മുടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഇവരോട് കൊടുത്തിട്ടുള്ളത് 2,000 റുപ്പീസാണ്. സോ അപ്ലിക്കേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ലിങ്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള നമ്മുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളായിട്ടുള്ള റിലേറ്റഡ് ലിങ്ക്സ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ഇതിൽ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് 56,100 റുപ്പീസാണ്. പ്ലസ് അലവൻസ് കൂടി ഉണ്ടായിരിക്കും. സോ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.